മീരമാക്സ് സ്റ്റോറീസിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഞാൻ അടിപൊളി എന്ന് പറയാനുള്ളത്? കാരണം നമ്മളിപ്പോൾ കാലിക്കറ്റ് ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇത് നോക്കുന്നു കണ്ടോ, പശുവിനെയൊക്കെ കൊണ്ട് രാവിലെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ട്. നോർമലി നമ്മുടെ സ്ഥലത്തൊന്നും ഇപ്പം അധികം കാണാത്ത കാര്യങ്ങളാണ് പശുവിനെ മേയിച്ച് ഇങ്ങനെ ആൾക്കാർ പോവുക എന്നുള്ളത്. പക്ഷെ ഇവിടെ നല്ല സ്ഥലമാണ്. അതുപോലെ തന്നെ നിറച്ചും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ സ്പേസിലാണ് നമ്മൾ വന്നേക്കണേ. അതേപോലെ തന്നെ ഇവരുടെ ഫാമിലിയും ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. വന്നപ്പോൾ മുതൽ 3 ആൻറ്റിമാരുണ്ട്. അമ്മ ഉൾപ്പെടെ 3 പേരുണ്ട്. ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ ഇവർ തമ്മിൽ ആരൊക്കെയാണ് നമ്മളുടെ അടുത്ത് കമന്റ് അടിക്കണമെന്ന് പോലും മനസ്സിലാവില്ല. രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കിട്ടി, അതൊക്കെ പിടിച്ച് നമ്മൾ മേക്കപ്പ് തുടങ്ങാൻ പോവുക. അപ്പൊ നമ്മുടെ മേക്കപ്പ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ 4 മാസം കഴിഞ്ഞ് ദുബായിക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് അല്ല കേട്ടോ, എൻഗേജ്മെന്റ് ആണ്. സ്റ്റെനി. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഇൻട്രോ നമ്മുടെ തഗ് വീഡിയോ ഫാമിലി അതില് പെട്ട അടുത്ത തലമുറക്കാരിയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റെനിയുടെ വീഡിയോസ് ആണ്. നമ്മുടെ മേക്കപ്പിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇനി നമ്മുടെ കൈയും കൂടി ഒന്ന് വെളുപ്പിച്ചെടുത്താൽ മതി. ബാക്കിയല്ല ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ട്രയലൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഹെയർ എങ്ങനെ വേണമെന്ന് ഒരു കുറച്ച് സമയം എടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇന്നലത്തെ ലുക്കിൽ നിന്നൊരു മാറ്റം ഉണ്ടായിരുന്ന പറഞ്ഞപ്പോൾ ലൂസ് ഹെയറാ കൊടുത്തത്. കാരണം വെഡിങ് നമ്മൾ അപ്ഡൂ ചെയ്യണത് കൊണ്ട്. അപ്പോൾ ഫുൾ സെറ്റാക്കി നമ്മളുടെ സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങി ഈ ഷൂട്ടിന് പോവാണ് കേട്ടോ. ഏതോ ഒരു മലമുകളിൽ നമ്മള് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഗ്രൂമും ബ്രൈഡും കൂടി ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ്. അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് സെക്ഷനിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ചില വീടുകളിലെ നമുക്ക് ഇങ്ങനെ ഒരുപാട് വർഷത്തെ പരിചയമുള്ളവർ പോലെയുള്ള ആൾക്കാരെ നമുക്ക് കൂട്ടിന് കിട്ടുള്ളൂ. അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അമ്മയും അമ്മയുടെ സിസ്റ്റേഴ്സും. എന്താ പറയുക, നമ്മളൊരു കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പരിചയമുള്ള ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ നന്നായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പൊ തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. കാരണം നെക്സ്റ്റ് വെഡിങ്ങിന്റെ വർക്കും കൂടി ഉണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നമുക്ക് ഒന്ന് ബൈ പറയാം. ബൈ.